എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. 76 വയസ്സുള്ള ഒരു വയോധികയെ അവരുടെ സഹോദരിയുടെ പുത്രൻ 27 വയസ്സുള്ള സാജിയും അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നൊരു വാർത്ത വട്ടപ്പാറയിൽ നിന്ന് വരുന്നു. വയോധികയെ സഹോദരിപുത്രൻ പീഡിപ്പിച്ചു. അനിയത്തിയുടെ മരണത്തിനെത്തിയ വയോധികയെ സഹോദരിപുത്രൻ പീഡിപ്പിച്ചു. ഗുരുതരമായ പരിക്കുകളോടെ വൃദ്ധ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച രാത്രി 7:30 ഈ സംഭവം. 76 വയസ്സുള്ള ഒരു വയോധികയാണ് പീഡനത്തിന് ഇരയായത്. ഇവരുടെ സഹോദരി പുത്രൻ സാജി 27 ആണ് വട്ടപ്പാറ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വീടിന് സമീപത്ത് താമസിച്ചിരുന്ന വയോധികയുടെ സഹോദരി സൈനബ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. ഈ വീട്ടിൽ ചൊവ്വാഴ്ച വൈകിട്ടോടെ ഇവർ എത്തിയിരുന്നു. വീട്ടിൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയ സാജിയും ഇവരെ അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. പീഡനത്തിന് ശേഷം ഇറങ്ങിയോടിയ സാജീമിനെ പരിസരത്തുള്ള ബന്ധുക്കൾ ചിലർ കണ്ടിരുന്നു. എന്നാൽ ചില നിമിഷങ്ങൾക്കുള്ളിൽ വീട്ടിൽ നിന്ന് വലിയ നിലവിളി ഉയരുകയും ഓടിക്കൂടിയ പരിസരവാസികളാണ് ഈ വയോധികയെ കണ്ടത്. ഉടൻ തന്നെ അവരെ ആശുപത്രിയിലെത്തിച്ചു. ശരീരം മുഴുവൻ അതിക്രൂരമായി പരിക്കുകളേറ്റു ഉള്ളതാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയി. പുള്ളി ആ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന രംഗമൊക്കെ ഒന്ന് കാണേണ്ടതാണ്. കാരണം ഇവിടെ 1-2 കമൻറ്റുകൾ നമ്മളൊന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടെ നിയമം കൂട്ടണം. അതായത് ബലാത്സംഗവും പീഡനവും, ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും കേരളത്തിൽ അതിശക്തമായി തഴച്ചു വളരുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ വർദ്ധിക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലഹരി മരുന്നിൻ്റെ ഉപയോഗങ്ങളും മറ്റ് ജിഹാദി പ്രവർത്തനങ്ങളുമാണ്. എന്തായാലും ഇത് അത്യന്തം ഖേദകരവും ലജ്ജാകരമായ ഒരവസ്ഥയാണ്. എന്തായാലും ഈ സാജിം എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.